ഹലോ! ഇന്നൊരു മൂന്നാർ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ്. പ്രതീക്ഷിക്കാതെയുള്ള യാത്രകൾ എന്നും മനോഹരമാണ്. അതുപോലൊരു യാത്രയാണിത്. പെരുമ്പാവൂരുള്ള ചെറിയമ്മയുടെ വീട്ടിലേക്ക് പോയതാണ് ഞങ്ങൾ. കസിൻസ് എല്ലാവരും കൂടെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് മൂന്നാറിലേക്ക് വിട്ടു. എങ്ങോട്ടാന്നോ എന്താന്നോ ഒന്നും അറിയാത്തൊരു യാത്ര. രാത്രി 7 മണിയാകുമ്പോഴാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിറങ്ങിയത്. മാങ്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഹോം സ്റ്റേയിലാണ് ഞങ്ങൾ താമസിച്ചത്. അവിടെ നിന്നായിരുന്നു പിന്നെ പ്ലാനിങ് മൊത്തം. ആദ്യം കണ്ട സിപ്പ് ലൈനിൽ കയറാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പെർ ഹെഡ് 450 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മാങ്കുളത്തിനോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ മൂന്നാറെത്തി. നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇരവികുളം നാഷണൽ പാർക്കായി ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. പാർക്കിലെത്തി ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. പാർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബസ്സിലാണ് നമ്മൾ ഒരു 2-3 കിലോമീറ്ററോളം യാത്ര ചെയ്യുന്നത്. പോകുന്ന വഴി നല്ല കോടയും 2-3 വാട്ടർഫോൾസൊക്കെ കണ്ടു കേട്ടോ. ബസ് യാത്ര കഴിഞ്ഞാൽ നമ്മൾ നടന്നിട്ട് വേണം മുകളിലെത്താൻ. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ഏക വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഞങ്ങൾ ചെന്നപ്പോൾ മലയുടെ താഴെയായിട്ട് വരയാടുകളുണ്ടായിരുന്നു കേട്ടോ. ഹിൽ ടോപ്പ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴയും നല്ല കോടയുണ്ടായിരുന്നു. വരയാടുകളുടെ കൂടെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. വാർണിംഗ് ബോർഡിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഇവരെ ടച്ച് ചെയ്യാൻ പാടില്ല എന്ന്. നല്ല കോടയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ റീലൊക്കെ എടുത്ത് അവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.